ഹായ് ഫ്രണ്ട്സ്, LCM ആൻഡ് HCF അഥവാ ലസാഗു ആൻഡ് ഉസാഗ എന്ന ടോപ്പിക്കിൽ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 4/5, 5/7 ഇവയുടെ ഉസാഗ കാണുക. ഉസാഗ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCF കാണാനാണ്. തന്നിരിക്കുന്നത് ഭിന്നസംഖ്യകളാണ് അല്ലെ, രണ്ട് ഭിന്നസംഖ്യകളാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഭിന്നസംഖ്യകളുടെ HCF കാണാൻ പറഞ്ഞാൽ ഫോർമുല എന്താണെന്ന് നോക്കിക്കേ. അംശങ്ങളുടെ HCF ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ LCM. അംശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ആണ് കേട്ടോ. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ന്യൂമറേറ്ററുകളുടെ HCF കാണുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സുകളുടെ എന്ത് കാണുക, LCM കാണുക. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 4/5 5/7 ആണ്. ഇവിടെ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത് 4 5 അല്ലേ. അപ്പൊ അവരുടെ എന്താ കാണേണ്ടത്, നമുക്ക് HCF ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ HCF ആണ് നമുക്ക് കാണേണ്ടത്. ഇനി ഡിനോമിനേറ്റേഴ്സിന്റെ ആണെങ്കിലോ 5 7 ആണ് അല്ലെ. 5 7 അവരുടെ എന്ത് കാണണം, LCM കാണണം. അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ നോക്കിക്കേ, HCF ആണ് ചോദിച്ചിരിക്കുന്നത്. HCF കാണുമ്പോൾ ഉള്ള മെത്തേഡ് എന്തായിരുന്നു? നമുക്ക് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ 2 നമ്പറേ ഉള്ളൂ. നോക്കിക്കേ, ആ 2 നമ്പർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടർ അതിനുണ്ടോ? നോക്കിക്കേ, 4ഉം 5ഉം ആണ് അല്ലെ. അപ്പൊ 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടർ ഒന്നും നമുക്ക് കണ്ടു കിട്ടാനില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ് വരിക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി LCM എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? പ്രൈം നമ്പേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു അല്ലെ. എപ്പോഴാണോ നമുക്ക് പ്രൈം നമ്പർ കിട്ടുന്നത് അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഇവിടെ നോക്കിക്കേ, 5ഉം 7ഉം പ്രൈം നമ്പേഴ്സ് തന്നെയല്ലേ. പ്രൈം എന്ന് വെച്ചാൽ എന്താണ്, അഭാജ്യ സംഖ്യ. ഓക്കെ അല്ലേ? അഭാജ്യ സംഖ്യയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ 5ഉം 7 എന്ന് പറയുന്നത് എന്ത് സംഖ്യയാ? അഭാജ്യ സംഖ്യയാണ് അല്ലെ. അങ്ങനെ അഭാജ്യ സംഖ്യകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LCM കിട്ടും. സോ ഇവിടെ 5ഉം 7ഉം ആണ് അവരുടെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് എടുക്കുക. നമ്മുടെ ആൻസർ ആയി 5 × 7 എത്ര വരും? 35. ഇനി എന്താ ചെയ്യേണ്ടത്? എന്താ ഫോർമുല? ഭിന്നസംഖ്യകളുടെ HCF കാണാൻ പറഞ്ഞാൽ അംശങ്ങളുടെ HCF ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ LCM. അംശങ്ങളുടെ HCF നമുക്ക് കിട്ടിയത് 1 എന്നല്ലേ. ആണോ? HCF 1 എന്നും LCM നമുക്ക് കിട്ടിയത് എന്താ? 35 എന്നുമാണ്. സോ ആൻസർ എന്ത് കിട്ടും? 1/35 ആണ് ഇവിടെ ഉത്തരവായിട്ട് വരിക. സോ ഓപ്ഷൻ D ആണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്